പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. സ്തോത്രം. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇളയവന് കടന്നു വരുവാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം ഇളയവന് നൽകിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 21 എപ്പിസോഡുകളിലായി യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 22ാമത്തെ ഭാഗം ചിന്തിക്കുവാനായിട്ട് നാം താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലം അതിൻ്റെ അവസാന നാളുകളോട് അടുത്തിരിക്കുകയാണ്. നമ്മുടെ പ്രിയന്റെ വരവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നാം കണ്ടും അനുഭവിച്ചും അറിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും അറിവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആ ശരിയായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കാതെ പോയാൽ ചിലപ്പോഴൊക്കെ പല കാര്യങ്ങളിലും നമ്മൾ തെറ്റിപ്പോകുവാനുള്ളതായ സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന ഈ ഭാഗം, ഈ വിഷയം ചില നാളുകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയമാണ് ആദ്യം ഞാൻ സംസാരിക്കുവാനിടയായി തീർന്നത്. അത് ഏതാണ്ട് 25 എപ്പിസോഡുകളിൽ നാം അതേക്കുറിച്ച് ചിന്തിക്കുവാനിടയായി തീർന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം അതിൻ്റെ 22ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം. അത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പലരും അതിനെ തെറ്റായ വ്യാഖ്യാനം കൊടുത്ത് ചിന്തിക്കുന്നതിനാൽ പലരും യഥാർത്ഥ സത്യദൈവത്തെ അറിയേണ്ട പോലെ അറിയുവാൻ കഴിയാതെ പലതിലും തെറ്റിമാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ്. കഴിഞ്ഞ 21 എപ്പിസോഡുകളിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. യേശുക്രിസ്തു മനുഷ്യൻ എന്ന നിലയിൽ അനേകം പദവികൾ ഭൂമിയിൽ താൻ വഹിച്ചിരുന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. സ്തോത്രം. അവൻ കേവലം ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല. യഥാർത്ഥ സത്യദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. സ്തോത്രം. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിന് യാതൊരു വിധമാകുന്ന ക്ഷീണവും ഭവിക്കുവാനിടയായി തീരരുത്. ഏകസത്യ ദൈവത്തിൻ്റെ സ്തോത്രം ഈ ഭൂമിയിലേക്കുള്ളതായ തൻ്റെ വരവിന് വേണ്ടി താൻ തിരഞ്ഞെടുത്ത ഒരു പദവിയാണ് മനുഷ്യത്വം എന്നുള്ളത്. എന്നാൽ സാക്ഷാൽ സർവശക്തനായ ദൈവമാണ് മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ സമയത്തും ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാമെന്ന് താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തിൻ്റെ 22ാമത് ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്.
ചില വേദഭാഗങ്ങൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 40-41 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ സന്ദർഭം നമുക്കറിയാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് സ്തോത്രം ഗലീല കടലിൽ നിന്ന് അക്കരയ്ക്ക് പോകുവാനുള്ളതായ ഒരു തീരുമാനത്തിലെത്തുകയും അക്കരയ്ക്ക് പോകുവാനായിട്ട് ശിഷ്യന്മാരുമായിട്ട് തയ്യാറായപ്പോൾ താനൊരു പടകിൽ കയറി അതിൻ്റെ അമരത്ത് തലയിണ വെച്ച് കിടന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ചില ചെറുപടകുകളും താൻ സഞ്ചരിച്ച പടകിനെ അനുഗമിച്ചിരുന്നു എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അങ്ങനെ കടന്നു പോകുന്ന അവസരത്തിൽ കടലിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടായി. കടൽ ക്ഷോഭിക്കുവാനിടയായി. കടലിൻ്റെ തിരമാലകൾക്ക് ഇളക്കമുണ്ടായി. കാറ്റും ഒക്കെ ശക്തമായി വീശുവാൻ തുടങ്ങി. പടക് മറിഞ്ഞു പോകും അല്ലെങ്കിൽ തകർന്നു പോകുമെന്നുള്ളതായ ചിന്ത വരെ തൻ്റെ ശിഷ്യന്മാർക്കുണ്ടായി. തങ്ങൾ ആവോളം ആ പടകിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചു. എങ്കിലും അവരുടെ നിയന്ത്രണത്തിലൂടെ പടകിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെ അവർ വളരെ വ്യസനത്തിലായപ്പോൾ അവർ കർത്താവിനെ ഉണർത്തിച്ചു എന്ന് നമുക്ക് ആ ഭാഗം കാണുവാൻ കഴിയുന്നു. അങ്ങനെ കർത്താവ് ഉറക്കത്തിൽ നിന്നും ഉണർന്ന് അവരോട് പറഞ്ഞ ഒരു ഭാഗമാണ് നമുക്കിവിടെ വായിക്കുവാനിടയായി തീർന്നത്. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന വിശ്വാസം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിങ്കിലുള്ളതായ വിശ്വാസമാണ്. കർത്താവ് പറഞ്ഞത്, ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? അനവധി കാര്യങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുകയും എന്നിൽ നിന്ന് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തവരാണല്ലോ നിങ്ങൾ. ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ വിശ്വാസമാകുന്നില്ലയോ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വിശ്വാസം സ്തോത്രം ദൈവത്തിൽ അർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് അത് സംസാരിച്ചിരിക്കുന്നത്. താൻ ദൈവമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു നിലയിലാണ് സംഭാഷണം വരുവാനിടയായി തീർന്നത്. എന്നാൽ സ്തോത്രം അവർ വളരെ ഭയപ്പെട്ട്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് പറഞ്ഞു. കാറ്റിനെ ശാസിക്കുവാനും കടലിനോട് അനങ്ങാതിരിക്കുവാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ കർത്താവിന് സ്തോത്രം, ആ കർത്താവിൻ്റെ വാക്കുകളെ കാറ്റും കടലും അനുസരിക്കുവാനിടയായി തീർന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരാണ് എന്ന് തമ്മിൽ പറഞ്ഞു. സ്തോത്രം. യേശു ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു ചിന്തയാണ് നമുക്ക് ഇന്ന് ഈ വൈകിയ സമയത്ത് സ്തോത്രം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മുകളിൽ നിന്നുള്ളവർ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. പരിശുദ്ധനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നുള്ളവരാണ്, പക്ഷേ ഞാൻ അങ്ങനെയുള്ളവനല്ല.
ഞാൻ ഉയരത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ് എന്ന് കർത്താവ് പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് കർത്താവ് പറയുന്നത്, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ഉള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥമായ ദൈവമാണ്, ഞാൻ ഉയരത്തിൽ നിന്നും വന്നവനാണ് എന്നുള്ളതായ കാര്യം നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എന്നാൽ ഞാൻ സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണെന്നുള്ളതായ വിശ്വാസത്തോടുകൂടെ എന്നെ വിശ്വാസത്താൽ അനുഗമിക്കുകയും എൻ്റെ വാക്കുകളെ അനുസരിക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ മോചിതരായിത്തീരുകയും നിങ്ങൾ പാപത്തിൽ മരിക്കാതെ വണ്ണം നീതിയിൽ നിങ്ങളുടെ ജീവിതം നയിക്കുവാൻ കഴിയും എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അവർ അവനോട്, നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ എന്ന് പറഞ്ഞു. നീ ആരാകുന്നു എന്ന് യേശുവിനോട് വീണ്ടും അവർ ചോദിക്കുകയാണ്. അവർക്ക് ഒരു വ്യക്തതയില്ലാത്ത നിലയിലാണ് അവർ നിൽക്കുന്നത്. അവർ കർത്താവിനോട് വീണ്ടും ചോദിക്കുകയാണ്, നീ ആരാണ്? കർത്താവിനോട് പറഞ്ഞത്, സ്തോത്രം, ആദ്യം മുതൽ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യനും അന്ത്യനും ഒന്നാമത്തവനും ഒടുക്കത്തവനുമാകുന്നു എന്ന് കർത്താവ് വളരെ വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 8-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. സ്തോത്രം. മനുഷ്യപുത്രനെ ഉയർത്തുക എന്ന് പറയുമ്പോൾ മനുഷ്യപുത്രനെ കാൽവറിയിൽ ഈ ജനം ഉയർത്തും പറഞ്ഞാൽ, സ്തോത്രം, കർത്താവിനെ കാൽവറിയിൽ ക്രൂശിച്ച ശേഷം മാത്രമേ കർത്താവ് ആരാണെന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. താൻ സ്വയമായിട്ടൊന്നും ഈ ഭൂമിയിൽ ചെയ്യുന്നില്ല, സ്വർഗത്തിലെ ദൈവം തന്നോട് സംസാരിച്ചത് മാത്രമാണ് താൻ ചെയ്യുന്നത് എന്ന് തൻ്റെ ശിഷ്യന്മാർ അറിയുവാൻ ഇടയായിത്തീരുമെന്ന് കർത്താവ് തങ്ങളോട് പറയുകയാണ് ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തിലൂടെ. സ്തോത്രം. പിന്നീട് അവിടെ വായിക്കുന്നത്, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നിങ്ങൾ എന്നെ വിശ്വസിപ്പീൻ എന്ന്, എൻ്റെ പ്രവൃത്തി കണ്ട് നിങ്ങൾ എന്നെ വിശ്വസിപ്പീൻ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായിത്തീർന്നു. ഇവിടെ പറയുന്നത്, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവ് അഥവാ സർവശക്തനായ ദൈവം തൻ്റെ മനുഷ്യത്വം എന്ന ഈ നിലയിൽ താൻ നിൽക്കുമ്പോഴും തന്നോടുകൂടെ ഉണ്ട് എന്ന് അവൻ വ്യക്തമാക്കുകയാണ്. അവന് പ്രസാദം, എൻ്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്നും പറയുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ തിരികെ ചെയ്യുവാനായിട്ട് ഈ ഭൂതലത്തിലേക്ക് താൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. തൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനാൽ ഒരിക്കലും ദൈവം തന്നെ ഏകനായി വിടുകയില്ല എന്നും താൻ തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോ അവൻ ഈ കാര്യങ്ങളെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക പ്രിയപ്പെട്ടവർ അവനിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വാസം ദൈവത്തിങ്കിലുള്ളതായ വിശ്വാസമാണ്. സ്തോത്രം. താൻ യഥാർത്ഥ സത്യ ദൈവമാണെന്നുള്ളതായ ആ ബോധ്യം അവർക്കുണ്ടാകുവാനും സത്യദൈവത്തിൽ അവർ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു എന്നാണ് നമുക്ക് ആ വേദഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ കർത്താവ് കേവലം ഒരു മനുഷ്യനല്ല,
അവൻ സർവശക്തനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിൽ വന്നു, അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിൽ കടന്നു വന്നു എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിൻ്റെ 8-ാം അധ്യായം 56, 57, 58 വാക്യഭാഗങ്ങളിലൂടെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കർത്താവിൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് അവൻ ഉല്ലസിച്ചു എന്നും അവൻ്റെ ദിവസം കണ്ട് അവർ സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് കർത്താവ് ഉത്തരം പറയുവാൻ ഇടയായിത്തീർന്നു. യഹൂദന്മാർ അവനോടൊരു മറുചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് വളരെ പ്രായം കുറവാണ്, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നിന്നേക്കാൾ എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവനാണ് അബ്രഹാം, നീ അവനെ കണ്ടിട്ടുണ്ടോ എന്ന് യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശു അവർക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അബ്രഹാം ജനിക്കുന്നതിനൊക്കെ അനേക വർഷങ്ങൾക്ക് മുമ്പ്, സംവത്സരങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഭൂമിയിലുണ്ട്, ഞാനുണ്ട് എന്ന് കർത്താവ് യഹൂദന്മാരോട് മറുപടി പറയുകയാണ്. നമ്മളുടെ ദൈവമക്കളെ, സ്വതന്ത്രം സകലത്തെയും സൃഷ്ടിച്ചവനായ അഖിലാണ്ടത്തിൻ്റെ ഉടയമനാണ് മനുഷ്യവേഷം ധരിച്ച് ഇപ്പോൾ അവരുടെ മുൻപാകെ നിൽക്കുന്നത്. എന്നാൽ സാക്ഷാൽ അവൻ ദൈവമാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ട് വന്നതാണ് എന്ന് വിശ്വസിക്കുവാൻ പലർക്കും അന്നും കഴിഞ്ഞിട്ടില്ല. ഇന്നും പലർക്ക് അത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അവൻ ആരാണ് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണയോടെ അവനെക്കുറിച്ച് വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനിടയാകുകയുള്ളൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. പിന്നീട് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-ഉം 24-ഉം വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസറേയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, ഇവിടെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ പള്ളിയിലുണ്ടായിരുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ പരിശുദ്ധനായ കർത്താവ് ആ പള്ളിയിലേക്ക് കടന്നു ചെന്നു. യേശുവിനെ കണ്ടപ്പോൾ തന്നെ അശുദ്ധാത്മാവ് അവനെ നോക്കി നിലവിളിച്ചു. അശുദ്ധാത്മാവിന് മനസ്സിലായി ഇവൻ ആരാണ്. മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിലും പിശാചിനെ വളരെ വ്യക്തമായിട്ടും അവൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അവൻ നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നസറേയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നസറേയനായ യേശു ആരാണെന്ന് പിശാചിന് നന്നായി അറിയാം, ഈ അശുദ്ധാത്മാവിന് നന്നായി അറിയാം. അതുകൊണ്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, നിനക്കും ഞങ്ങൾക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചാൽ
അവരെ ശിക്ഷിക്കുവാനുള്ളതായ സമയമായിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പിശാച് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞങ്ങളെ നശിപ്പിക്കാനായിട്ട് നീ വന്നുവോ? പിന്നീട് അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? നീ ആര് എന്ന് ഞാൻ അറിയുന്നു. യേശു ആരാണെന്ന് പിശാച് അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഏകപരിശുദ്ധൻ കർത്താവാണ്. ആ പരിശുദ്ധനാണ് യേശു എന്ന് പിശാചിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ ആത്മീയരെന്ന് അഭിപ്രായപ്പെടുന്ന പലർക്കും യേശു ക്രിസ്തു ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ളതായ വസ്തുത വേണ്ട വിധത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വൻ പരാജയമായിട്ട് മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. തീർച്ചയായിട്ടും അത്തരക്കാരായ ആളുകൾ അതേക്കുറിച്ച് വേണ്ട വിധത്തിൽ അറിയുവാൻ കഴിയാത്തവരായി ഇരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും തിരുവചനത്തിന്റെ വസ്തുതകൾ ഗ്രഹിച്ച് കർത്താവ് വാസ്തവമായിട്ടും ദൈവമാണ് എന്ന കാര്യം മനസ്സിലാക്കി അവനെ വിശ്വസിച്ച് അവന്റെ സന്നിധിയിൽ നിലനിൽക്കേണ്ടത് ഓരോ ദൈവവൈദ്യന്റെ കർത്തവ്യമാണ് എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യഭാഗം നമുക്കെല്ലാവർക്കും അറിവുള്ളതായ വാക്യഭാഗമാണ്. അതിൽ കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. മനുഷ്യർക്ക് പലർക്കും ദൈവം ഏകനാണ് എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ദൈവം ഏകനല്ല, ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ട് എന്ന് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ശ്രമിക്കുന്നവരാണ് ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ അധികവും. എന്നാൽ ദൈവം ഏകനാണെന്ന് പിശാച് പറയുന്നു. പിശാച് പറയുക മാത്രമല്ല, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുകയും ദൈവം മുൻപാകെ അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. സകലത്തെയും ഉളവാക്കിയവനായ ദൈവം ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ഏകനായി സകലത്തെയും സൃഷ്ടിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൂത സമൂഹത്തെയും കർത്താവ് സൃഷ്ടിക്കുമ്പോൾ, കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തനിക്ക് സഹായികളായിട്ട് മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നും തനിക്ക് അസാധ്യമായിട്ടുള്ള യാതൊന്നും ഇല്ല എന്നും ഈ സ്വർഗത്തിലെ ദൂതന്മാർക്കറിയാം. ദൂതന്മാരിൽ നിന്നും ഒരു കൂട്ടം ആളുകളാണ് വീഴ്ച ഭവിക്കപ്പെട്ടവരായി അഥവാ ശപിക്കപ്പെട്ടവരായി സ്തോത്രം ഈ ലോകത്തിൽ കാണപ്പെടുന്നത്. അവർക്കറിയാം യേശു ആരാണ്. യേശു സാക്ഷാൽ സത്യദൈവമാണെന്ന് അവർക്കറിയാം. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്കൊന്നും മാറ്റമുണ്ടാകത്തില്ല എന്നും കർത്താവിൻ്റെ നിയമങ്ങളും കർത്താവിൻ്റെ വ്യവസ്ഥകളെല്ലാം അതേപടി നടക്കുമെന്നും പിശാച് നന്നായി അറിയുന്നു. അതുകൊണ്ടാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായ സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ പിശാച് അവനിൽ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നതിന്റെ കാരണം അതാണ്. അവൻ ഏകസത്യ ദൈവമാണെന്നുള്ള വസ്തുത പിശാചിന് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് അവന്റെ മുൻപാകെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുവാനിടയായി തീർന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒന്നിലധികം ദൈവങ്ങളില്ല എന്നും ഏകസത്യ ദൈവമല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്നുള്ളതായ വസ്തുത നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 41-ാമത്തെ അധ്യായം 10 മുതൽ 13 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇസ്രായേലിനോട് സ്വർഗത്തിലെ ദൈവം സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. നീ ഭയപ്പെടേണ്ട. ഒരുപക്ഷെ ലോകം നിന്നെ എല്ലാ വിധത്തിലും ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായവനാണ് നിങ്ങളോട് കൂടെ ഉള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഒരിക്കലും നിന്നെ കൈവിടുന്നവനല്ല, നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല, നിന്നെ തിരസ്കരിക്കുന്നവനല്ല, നിന്നെ വിളിച്ചു വേർതിരിച്ച നിന്റെ കർത്താവ്. അതുകൊണ്ട് നിനക്ക് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നീ ഒരു കാരണവശാലും ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത് എന്നാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന് സർവശക്തനായ ദൈവം ഉറപ്പ് കൊടുക്കുകയാണ്. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുവാനിടയായിത്തീരും. നീ തളർന്നു പോകുവാൻ, ക്ഷീണിച്ചു പോകുവാൻ, അവശനായി വഴിയിൽ കിടക്കുവാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നിന്നെ ഞാൻ സഹായിക്കും. എൻ്റെ കൈ നീതിയുള്ള വലം കൈയാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുവാനിടയായിത്തീരുമെന്ന് കർത്താവ് തൻ്റെ ജനത്തിന് സ്തോത്രം മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നിരാശരായി തീരുവാനല്ല, അപ്പോഴും അവർ ദൈവമുഖത്തേക്ക് നോക്കി അവർ ധൈര്യത്തോടെ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് എന്ന് സ്തോത്രം ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം മിസ്രയീം വിട്ട് കടന്നു വരുമ്പോൾ ചെങ്കടലിന്റെ അടുക്കൽ കടന്നു വന്ന സന്ദർഭത്തിൽ അവർക്ക് അതിശക്തമായ ഒരു വെല്ലുവിളിയാണ് അവിടെ നേരിടുവാൻ ഇടയായി തീർന്നത് എന്ന് നമുക്കറിയാമല്ലോ. സ്തോത്രം. മിസ്രയീം വിട്ട് കടന്നു പോരുന്നു എങ്കിലും ഫറവോനും അവന്റെ സൈന്യവും ആയുധധാരികളായി അവരെ പിന്തുടർന്ന് അവരെ പിടിക്കുവാനായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയാതെ ചെങ്കടൽ അവർക്ക് കുറുകെ കിടക്കുന്നു. സ്തോത്രം. അലറി വിളിക്കുന്നതായ തിരമാലകൾ അവരുടെ യാത്രയ്ക്ക് തടസ്സമായി വരികയാണ്. ഇരുപാർശ്വങ്ങളിലുമുള്ളതായ വൻ പർവ്വതങ്ങൾ അവർക്ക് രക്ഷപ്പെടുവാൻ മാർഗതടസ്സം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ജനമൊക്കെയും മോശയോടും അഹരോനോടും നിലവിളിച്ചു. എന്നാൽ മോശയും അഹരോനും നിസ്സഹായകരായി നിൽക്കുകയല്ലാതെ അവർക്ക് എന്തു ചെയ്യാൻ കഴിയും? അവർ സർവശക്തനായ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്തതായ മറുപടി, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ ജനത്തെ മുൻപോട്ട് നയിക്കുക എന്നാണ് കർത്താവ് മോശയോട് പറയുവാനിടയായി തീർന്നത്. സ്തോത്രം. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ശുശ്രൂഷയുടെ വടി ചെങ്കടലിന് നേർക്ക് നീട്ടുകയും ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്കുകയും ഉണങ്ങിയ നിലത്തുകൂടെ അവർ മറുകരയിലേക്ക് യാത്ര ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ പിന്നാലെ കടന്നു വന്ന ഫറവോനും സൈന്യവും ആ ചെങ്കടലിൽ തന്നെ നശിച്ചു പോകുവാനിടയായി തീർന്നു എന്നും
അതിൻ്റെ മറ്റു ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിന്നെ വിളിച്ചു വേർതിരിച്ചവനായ നിന്റെ കർത്താവ് ഒരിക്കലും നിന്നെ വഴിയിൽ തള്ളിക്കളയുന്നവനല്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഇസ്രായേലിനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങും. സ്തോത്രം. വളരെ ഉറപ്പ് കൊടുക്കുകയാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തിന്. പിന്നീട് അതിൻ്റെ അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും എന്നവിടെ അടുത്ത ഭാഗത്തിൽ കാണുവാൻ കഴിയുന്നു. ഇന്ന് വളരെ നാളുകളായി കർത്താവിൻ്റെ ജനത്തോട് ചുറ്റുമുള്ളതായ മറ്റ് ഇതര രാജ്യങ്ങൾ അവരെ ഈ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യുവാൻ തയ്യാറെടുത്തുകൊണ്ട് സകല ആയുധങ്ങളും സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ദൈവജനത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവജനം അതിശക്തമായി ധൈര്യസമേതം മുൻപോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് ഇതിന് കാരണം? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർക്കുള്ളത് കൊണ്ട് ഒരു ശക്തികൾക്കും കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിനെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല. എന്നാൽ ചില പരീക്ഷകളും പരിശോധനകളൊക്കെ അവരുടെ ജീവിതത്തിലും ഉണ്ടാകുവാനിടയായിത്തീരും, ചില പരാജയങ്ങളൊക്കെ നേരിടുവാനിടയായിത്തീരും. എങ്കിലും സ്തോത്രം, അവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു കളയാം എന്നൊക്കെ വ്യാമോഹിക്കുന്നവർ വെറുതെ സ്വപ്നം കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ ഒന്നും ചെയ്യുവാനായിട്ട് ഈ ലോകത്തിന് കഴിയുകയില്ല. കാരണം അവരോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. സ്തോത്രം. ഇവിടെ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത്, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് പോരാടുന്ന നിന്റെ എതിരാളികളെ നീ അന്വേഷിക്കും, പക്ഷെ കാണുകയില്ല. കാരണം അവരെ സർവശക്തനായ ദൈവം തകർത്ത് കളയുവാനിടയായി തീരും, അവരെ നശിപ്പിച്ചു കളയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകുമെന്നാണ് കാണുവാൻ കഴിയുന്നത്. നിന്നോട് യുദ്ധം ചെയ്യുന്നവരൊക്കെയും നശിച്ചു പോകുവാനിടയായി തീരും, ഇല്ലാതെയാകും എന്ന് കർത്താവ് തൻ്റെ ജനത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. സർവശക്തനായ ദൈവമായ യഹോവ ഇസ്രായേലിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ, നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഏകനായ സർവശക്തിയുള്ള ദൈവം എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ മനുഷ്യനായി ലോകത്തിൽ വന്നു എന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. അവനിലുള്ള ദൈവത്വം അവനിലുള്ള മനുഷ്യത്വത്തോട് സംസാരിച്ചു. അവനിലുള്ള മനുഷ്യത്വം അവനിലുള്ള ദൈവത്വത്തോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചത് കൊണ്ട് രണ്ട് വ്യക്തികളല്ല എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അവൻ ഏകനാണ്, അവനിലുള്ള ഇരുവിധ സ്വഭാവങ്ങളാണ് അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവത്വത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായ ആളുകൾ ഏകസത്യ ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടെ ഈ കാലങ്ങളിൽ കർത്താവിനെ അനുഗമിക്കുവാനിടയായി തീർന്നാൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട
വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ് മാനവരക്ഷയ്ക്കായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കർത്താവിന്റെ വരവിനായി ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് അല്പസമയം കർത്താവിന്റെ വചനവുമായിട്ട് ഇതിനു മുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവന് ഭാഗ്യം നൽകിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. എളിയവന് വേണ്ടി ഈ അവസരം ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും കേൾവിക്കാരായിരിക്കുന്നവർക്കും വചനം സംസാരിക്കുന്ന ദൈവദാസന്മാർക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. എളിയവനെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അല്പസമയം വചനവുമായിട്ട് ഇതിനു മുമ്പിൽ നിൽക്കുവാൻ നീ കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ ദാസന്മാരെ, ഇതിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിച്ചാട്ട് വചനം സംസാരിക്കുന്നവരെ അനുഗ്രഹിക്കണം. എല്ലാം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിന് നീ സഹായിക്കണം. പ്രാർത്ഥന തിരുമേനി കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വപ്പനിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.